ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് വെച്ചിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കുർത്തി നല്ല കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൊരു വര വരച്ചേക്കണം കേട്ടോ. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തതിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് സെൻറ്ററായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഒരു നെക്കാണ് ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ യോക്കൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും പറ്റുന്ന പ്രശ്നമാണ് ചെരിഞ്ഞ് പോവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം മുകളിൽ നിന്ന് ഒരു 15 ഇഞ്ച് താഴേക്ക് ഞാനൊരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ യോക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സൈഡിൽ 5 ഇഞ്ചും അപ്പുറത്തെ സൈഡിൽ ലൈനിൻ്റെ അപ്പുറത്തേക്ക് 5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഹൈറ്റ് ഉള്ളവർക്കൊക്കെ 15 ഇഞ്ചും, അല്ലാത്തവർക്ക് തീരെ ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഒരു 13.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോവാതെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടും. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പീസില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ലെങ്ത്ത് വേണ്ടത് 15 ഇഞ്ചല്ലേ. അപ്പോൾ ആ 15ൻ്റെ ഇരട്ടി 30 ഇഞ്ച്, പിന്നെ ഒരു 5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഞാൻ എടുത്തിട്ടിട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ 15 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയും അതുപോലെ തന്നെ ആ തുണിയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനും 5 ഇഞ്ച് യോക്കിന് വേണ്ടിയിട്ടും. അപ്പോൾ ആ 5 ഇഞ്ചിൻ്റെ ഒരു പീസ് രണ്ട് സൈഡിലേക്ക് ആകുമ്പോൾ നമുക്ക് 10 ഇഞ്ച് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു നീളത്തിലുള്ള ഭാഗം നമ്മളൊന്ന് മടക്കി അടിക്കണം. ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം ഒന്ന് മടക്കി അടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ കരഭാഗമാണെങ്കിലും അതൊന്ന് മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ഒന്ന് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. അതായത് ചീത്ത വശത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ കുർത്തി എടുക്കുക. കുർത്തിയിൽ നമ്മളൊരു ലൈൻ വരച്ച് വെച്ചിട്ടില്ലേ, ആ ലൈനിൻ്റെ ഏറ്റവും താഴെ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം അവിടെ കൊണ്ടുവന്ന് ഈ ഒരു പീസ് വെക്കുക. ഇതിൻ്റെ നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെക്കുക. കറക്റ്റായിരിക്കണം. കൃത്യം ആ ഒരു പോയിൻറ്റിൽ തന്നെ വരത്തക്കവണ്ണം വെക്കുക. എന്നിട്ട് ലൈനുകളും ഒരേപോലെ വരത്തക്കവണ്ണം വെക്കുക. നമ്മൾ ഈ പീസിൽ വരച്ചേക്കണ സെൻറ്റർ ലൈനും അതുപോലെ കുർത്തിയുടെ സെൻറ്റർ ലൈനും ഒരുപോലെ വരത്തക്കവണ്ണം വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക. താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നൂല് കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പീസ്, ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പീസ് എന്ത് ചെയ്യണം, ഈ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെക്കുക. മടക്കി വെക്കുമ്പോൾ നമ്മൾ ആ ലൈൻ വരച്ചിരിക്കുന്നതില്ലേ, ആ ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ നേരെ വെക്കുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ തിരിച്ചിട്ടേക്കണത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഷേപ്പ് അവിടെ വരുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് അവിടെ നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ ആ സെൻട്രൽ കൂടി ഇതങ്ങ് അടിച്ചു പോരുകയാണ്. സെൻട്രൽ കൂടി അടിച്ചു വരുമ്പോൾ ആ ഒരു നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ രണ്ട് സൈഡിലേക്കും ഈ രണ്ട് പീസും ഇരിക്കത്തക്കവണ്ണം വേണം വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പോട്ട്ലി ബട്ടണോ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ 1-2 ബട്ടൺസ് കൊടുക്കാം. അത് ലാസ്റ്റ് കൊടുത്താൽ മതി. പോട്ട്ലി ബട്ടൺ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് വെച്ചോളുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അതിൻ്റെ സെൻറ്റർ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പീസിൻ്റെ. അപ്പോൾ മറ്റേ പീസ് എന്താ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ഈ രണ്ട് പീസും, അതായത് സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് രണ്ടും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതായത് ഗ്യാപ്പ് വരരുത്, അവിടെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പോട്ട്ലി ബട്ടൺ വേണമെങ്കിൽ വെക്കാം. അതല്ല തുണി നമുക്ക് സ്ക്വയർ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ മടക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ്. ആ ഒരു ഭാഗത്തും നമ്മൾ ആ സെൻറ്റർ ഒന്ന് പതിച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക.
നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാൻറ്റിൻ്റെ തുണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുർത്തിയുടെ തന്നെ തുണി നീളത്തിലുള്ള തുണി കിട്ടുവാണെങ്കിൽ അത് വെച്ചാലും മതി. അപ്പോൾ അന്നേരം അങ്ങനെ വെക്കുമ്പോൾ കുർത്തിയുടെ തന്നെ തുണിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ അടിച്ചുകൊണ്ട് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ആ സൈഡ് വശം അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. എന്നാലാണ് ആ കുർത്തി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുകയുള്ളൂ. ഇതിപ്പോൾ പാൻറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് നമുക്ക് പൈപ്പിംഗ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ യോക്ക് വെക്കുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ടും ഇതിനാവശ്യമില്ല. ഈ ഒരു ഷേപ്പാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ കിട്ടുക. എന്നിട്ട് സൈഡും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ലേസ് വേണമെങ്കിൽ അത് വെക്കാം, പൈപ്പിംഗ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, ഏത് വേണമെങ്കിലും വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നെക്ക് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ക്യാൻവാസിലാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സ്ക്വയർ യു നെക്കാണ് വെട്ടുന്നത്. സ്ക്വയർ യു നെക്ക് എന്ന് പറഞ്ഞാൽ സ്ക്വയറും അല്ല യു അല്ലാത്ത ഷേപ്പിലുള്ള ഒരു നെക്ക് കണ്ട, ആ ഒരു കോർണർ ഭാഗം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കും, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.